ഹായ് ചങ്കുകളെ, ഇന്നെന്താണ് എൻ്റെ വീട്ടിലെ കറികളെന്ന് ഞാൻ പറഞ്ഞു തരാമേ. ഇതാ കണ്ട, വാഴപ്പിണ്ടി തോരൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട, വാഴപ്പിണ്ടി ഞങ്ങളുടെ നാട്ടിൽ വാഴത്തട എന്നാണ് പറയണത്. ചില നാട്ടിൽ വാഴപ്പിണ്ടി എന്ന് പറയും. അതാണ് ഞാൻ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞത്. ഇതാ തോരന്, വാഴപ്പിണ്ടിക്ക് വേണ്ടി തോരന് വേണ്ടി ചാച്ച് വെച്ചിട്ടുണ്ട്. കരിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടാണ് ഞാൻ ചാച്ചെടുത്തത്. ജീരകമൊക്കെ അരച്ച് ചാച്ച് വെച്ചിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. അരകല്ല് ചതച്ചതാണ്. ഞാൻ തോരനൊക്കെ അരകല്ലേ ചതയ്ക്കാറുള്ളൂ. അരകല്ലൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. കണ്ട, ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ട, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചീനച്ചട്ടി അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് ഗ്യാസിൽ വെച്ച് എണ്ണ തിളയ്ക്കാൻ ചൂടാകുമ്പം കടുവും കരിവേപ്പിലയും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മൂത്ത് അപ്പോൾ ഈ വാഴപ്പിണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന എടുത്ത് തട്ടി ഇളക്കി, നല്ലതായിട്ട് ഇളക്കി, അങ്ങനെ ആ എണ്ണയെ തന്നെ കിടന്ന് വെന്ത് 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 നല്ല വെന്തെന്നറിയുമ്പം ഈ ചെറുപയറും തട്ടി ഈ കൂട്ടിനെ എടുത്തിട്ട് നല്ല ഇളക്കി നല്ല വെള്ളമൊക്കെ തോന്ന് വരുമ്പോൾ വാങ്ങി വെച്ചാൽ അത് മാത്രം മതി ചോറ് തിന്നാൻ, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഇതുപോലെ ഒരു വാഴപ്പിണ്ടി തോരൻ വെച്ച് നോക്കണം. എനിക്ക് അടുപ്പിൽ വയ്ക്കുന്നതൊന്നും കാണിക്കാൻ പറ്റില്ല, വീഡിയോ പിടിക്കാനൊന്നും ആരുമില്ല, തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായ ഇതുപോലെയൊക്കെ ഒരു തോരനൊക്കെ വെച്ച് നമ്മൾ വിഷം ചേർന്ന പച്ചക്കറി വാങ്ങിക്കുന്നേക്കാളും നമ്മളെ വീട്ടിലുള്ളത് തന്നെ ഒരു വാഴക്കൂമ്പ് കിട്ടിയാലും നമുക്കിതുപോലെ ചെറുപയറും വാഴക്കൂമ്പും ഒരു തോരൻ വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിനിടയിലുള്ള ഈ വാഴപ്പിണ്ടിയൊക്കെ എടുത്ത് വെട്ടിക്കളയാതെ ഇതുപോലെ ഒരു തോരനൊക്കെ വെച്ചാൽ നാരടങ്ങിയ ഭക്ഷണമാണ്, നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ കളയരുത്, ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കണം. ഇങ്ങനെ ഒരു തോരൻ വെച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഇന്ന് എന്തൊക്കെ കറികളാണെന്ന് വീട്ടിലെന്ന് പറയണേ. എനിക്കിത് മാത്രമല്ല കേട്ടോ, നൊത്തോലി മീൻ മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ട്. അതിനിപ്പം കാണിക്കാൻ പറ്റൂല കേട്ടോ. ഈ വീഡിയോ നീളം കൂടിയ ഇതിൽ കയറി വരാനും പാടുണ്ട്. ഒന്നാമത് നെറ്റ് റേഞ്ച് ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ അരി തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയൊക്കെ മതി, എനിക്ക് വേറെ കറികളൊന്നും വലിയ താല്പര്യമില്ല, ഇത് മതി. ബായ്, അടുത്ത വീഡിയോയിൽ അടുത്ത് കാണാമേ.